നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാധകരുടെ കാത്തിരിപ്പിന് അറുതിയാവുകയാണ്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ കാർലോ അഞ്ചലോട്ടി ബ്രസീൽ വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ആ സ്ക്വാഡിൽ നെയ്മർ ജൂനിയർ ഉണ്ടാകും എന്നിപ്പോൾ ബ്രസീലിയൻ മാധ്യമം UOL കൺഫേം ചെയ്യുന്നു. അവരുടെ ജേർണലിസ്റ്റ് ലൂക്കാസ് മൂസെറ്റി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കാർലോ അഞ്ചലോട്ടി കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് നെയ്മർ ജൂനിയറുടെ ഡാറ്റാസ് എല്ലാം സാൻഡോസിൽ നിന്ന് വാങ്ങി അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ ഇപ്പോൾ സംതൃപ്തനാണ്. വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉൾപ്പെടുത്തും. നെയ്മറുടെ ക്യാമ്പും അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലോ റിസർവ് ബെഞ്ചിലോ എങ്ങനെ ഇരിക്കാനും തയ്യാറാണ്. വേൾഡ് കപ്പിനൊന്ന് പോയാൽ മതി എന്ന നിലയിലാണ് എന്നുള്ള ഫീഡ്ബാക്കും കൊടുത്തിട്ടുണ്ട് എന്നുകൂടി റിപ്പോർട്ടുകൾ പറഞ്ഞു. സോ നെയ്മർ ടു വേൾഡ് കപ്പ്. വിശദമായിട്ട് UOL റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. നെയ്മർ ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സാൻഡോസ് ഇപ്പോൾ ആഞ്ചലോട്ടി ആവശ്യപ്പെട്ട വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. മൺഡേയാണ് ബ്രസീൽ ടീമിൻ്റെ പ്രഖ്യാപനം. CBF സാൻഡോസുമായി ബന്ധപ്പെട്ടിരുന്നു. എന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി കളക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ UOL മനസ്സിലാക്കിയിട്ടുള്ളത് 100% യു ക്യാൻ ബെറ്റ് ഓൺ ഇറ്റ് ദി കോൾ അപ്പ് എന്നുള്ളതാണ് UOL ഒരു സോഴ്സിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതേസമയം മറ്റൊരു സോഴ്സിലൂടെ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് ദി ചാൻസ് ഈസ് ഹ്യൂജ്, വളരെ വലിയ സാധ്യതയുണ്ട് നെയ്മർ വേൾഡ് കപ്പിന് പോവാൻ എന്നുകൂടിയാണ്. ചുരുക്കത്തിൽ എല്ലാ സൂചനകളും നെയ്മർ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഉണ്ടാകും എന്ന തരത്തിൽ തന്നെയാണ്. നെയ്മറുടെ പക്ഷേ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് നെയ്മർക്ക് കൃത്യമായിട്ടുള്ള വിവരമില്ല. മൺഡേയിലേക്ക് വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി നെയ്മർ കാത്തിരിക്കുകയാണ് എന്നാണ്. ഏതായാലും നെയ്മർ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്തുകയാണെങ്കിൽ സാൻഡോസിന് വേണ്ടിയിട്ട് പിന്നെ ഇനി മത്സരങ്ങൾ കളിച്ചേക്കില്ല. അങ്ങനെ വന്നാൽ സൺഡേയിലെ കോർട്ടിബയ്ക്കെതിരെയുള്ള മത്സരം അദ്ദേഹത്തിൻ്റെ സാൻഡോസിനായിട്ടുള്ള അവസാന മത്സരം, ഈ ഒരു സെമസ്റ്ററിലെ അവസാന മത്സരമായിട്ട് മാറാനാണ് സാധ്യത. പിന്നെ വേൾഡ് കപ്പിന് ശേഷം അവിടെ തുടരുകയാണെങ്കിൽ മാത്രമേ ആ ജേഴ്സി അണിയാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നെയ്മർ ജൂനിയറുടെ വിഷയത്തിൽ കഴിഞ്ഞ 10 മത്സരങ്ങളിൽ 8 കളികളിലും നെയ്മർ ജൂനിയർ സാൻഡോസിനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ് ബ്രസീലിയൻ ടീമിൻ്റെ കോച്ച് കാണുന്നത്. താരത്തിൻ്റെ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ ഓഫ് ഫീൽഡ് ഫാക്ടർ ഉണ്ട്. റോബിഞ്ഞോയുമായിട്ടുണ്ടായിട്ടുള്ള പ്രശ്നം അത് അത്ര നല്ല രൂപത്തിലായിരുന്നില്ല പരിഗണിച്ചിരുന്നെങ്കിൽ പോലും നെയ്മറുടെ അതിൻ്റെ റിയാക്ഷനും നെയ്മർ അത് മാപ്പ് പറഞ്ഞതും പോസിറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെയ്മറുടെ സ്റ്റാഫ് CBFന് പ്രോമിസ് ചെയ്തിരിക്കുന്നത് നെയ്മർ ഈവൻ റിസർവ് ആയിട്ട് പോലും ഇരിക്കാൻ തയ്യാറാണ്. ഒരു തരത്തിലും CBF ഈ വേൾഡ് കപ്പിനുണ്ടാക്കാൻ പോകുന്ന ഒരു പീസ് അറ്റ്മോസ്ഫിയറിനെ ബാധിക്കുന്ന കാര്യങ്ങൾ നെയ്മറുടെ ഭാഗത്തുനിന്നുണ്ടാവില്ല എന്ന് നെയ്മറുടെ അടുത്ത വൃത്തങ്ങൾ ഉറപ്പ് നൽകിയതായിട്ട് കൂടി ഇപ്പോൾ UOL റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും കാര്യങ്ങൾ വളരെ കൃത്യമാണ്. നെയ്മർ ജൂനിയർ ഇതാ വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് എത്താൻ പോകുന്നു. തിങ്കളാഴ്ച ബ്രസീൽ ടീം ഒഫീഷ്യലി പ്രഖ്യാപിക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.